എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും നിർണായകമായ സിനിമയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡ സിനിമയാണ്. അപ്പോൾ ഇത്രയധികം കോടികൾ കയ്യിൽ നിന്ന് പലരോടും കടം വാങ്ങിച്ച് ഒരു പ്രൊപ്പഗൻഡ നടത്താൻ മാത്രം എനിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷിയോടും ബഹുമാനമില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് ഒരു പ്രൊപ്പഗൻഡയുമല്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും ഇതിലെ കഥാപാത്രങ്ങളിലുണ്ടാവും. പക്ഷേ 100% ഇത് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതാണ് മോഹൻലാൽ സാർ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ സിനിമയിൽ 3 അവസരങ്ങളിൽ പറയുന്നുണ്ട്. നമ്മളെല്ലാം ഇമേജസുകളായി മാറുകയാണ്. നമ്മൾ വ്യക്തിത്വം നഷ്ടപ്പെടുന്നവരാണ്. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം സോഷ്യൽ മീഡിയ പറയുമ്പോഴാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നമുക്ക് ജെനുവിനായിട്ട് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്.